ഓമയുടെ ആദ്യ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുമെന്ന് എല്ലാവരും കരുതിയപ്പോൾ ദിയയും അശ്വിനും മാത്രം പുറത്ത് വിദേശത്ത് ആഘോഷം നടത്തി. ചെറിയൊരു കേക്ക് മുറിച്ചു. അച്ഛനും അമ്മയും മകനുമായി ജീവിക്കാൻ അവിടെ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ ദിയയുടെ കുടുംബം ഒരുക്കിയത് വമ്പൻ സർപ്രൈസ് തന്നെയായിരുന്നു. ദിയയുടെ കുടുംബം അശ്വിന്റെ കുടുംബത്തെ വിളിക്കാത്തത് എന്തുകൊണ്ട് എന്നതുകൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. അശ്വിൻ്റെ കുടുംബത്തിനും ഇപ്പോൾ ഓമയുടെ കാര്യത്തിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ബന്ധമാണല്ലോ. അപ്പോൾ ദിയയുടെ കുടുംബം അത് വിളിക്കുമ്പോൾ അശ്വിൻ്റെ അമ്മയെ അച്ഛനെയെങ്കിലും വിളിക്കാമായിരുന്നുവെന്ന് പ്രേക്ഷകർ രേഖപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ് ദിയ. ആരെയും വിളിക്കേണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. ഇങ്ങനൊരു പാർട്ടി നടത്താൻ തന്നെ പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് വിദേശത്തേക്ക് പോയത്. ഓമിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്കില്ലാത്തതിന് കാരണം വെറുതെ അവനെ ഇറിറ്റേറ്റ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ്. ബർത്ത്ഡേക്കൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. പിന്നെ അവനെ കിട്ടില്ല. അത് അവനും ബുദ്ധിമുട്ടാകും. അവൻ കരയും, അവൻ ബഹളം വയ്ക്കും. അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം. ആരാധകർ ഇപ്പോൾ എല്ലാവരും ദിയ പറയുന്നത് കേൾക്കുകയാണ്. കുഞ്ഞിന് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. കുറച്ചുകൂടി വളർന്നതിന് ശേഷം അവൻ്റെ പിറന്നാളൊക്കെ ഗംഭീരമാക്കാം. ഞാൻ അങ്ങനെ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അശ്വിനും അതത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അശ്വിനോട് ചോദിച്ചപ്പോൾ അശ്വിനും അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വിദേശത്തേക്ക് പോയത്. കേക്ക് കട്ടിംഗ് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചതും. പണ്ട് മുതലേ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയും എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് തന്നെ കേക്ക് മുറിക്കണം എന്നല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കണമെന്നാണ് ആഗ്രഹം. അശ്വിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും മാത്രമായി തന്നെ ട്രിപ്പ് പോയത്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആളും ബഹളവും ഒന്നും ഇല്ലായിരുന്നു. അശ്വിൻ്റെ വീട്ടുകാരെ മനഃപൂർവ്വം വിളിക്കാതെ തന്നെയാണ്. കാരണം അത്തരം ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ആഘോഷത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തോന്നി. അങ്ങനെ ആഘോഷം അത്യാവശ്യമാണെന്ന് തോന്നിയില്ല. അപ്പൂപ്പൻ മരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആഘോഷം വേണ്ട എന്ന് തോന്നി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഗംഭീരമായി ആഘോഷിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അവനും ഓർമ്മ കാണും. ഇപ്പോൾ അവന് ഓർമ്മയില്ലാത്തതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അവനിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാനില്ല. അതിനോടൊന്നും തന്നെ വളരെയധികം ഓർമ്മയും കാണില്ല. അവൻ കുഞ്ഞല്ലേ. അപ്പം അവന് ഓർമ്മയുള്ളപ്പോൾ മാത്രം ഒരു പിറന്നാൾ ഫംഗ്ഷൻ നടത്താമല്ലോ. എല്ലാവരെയും വിളിച്ച് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം. അപ്പോൾ കുഞ്ഞായിരിക്കും അവന് സന്തോഷമായിരിക്കും. ഓർമ്മയുള്ളപ്പോൾ അവനത് ഓർമ്മയും വരും. ഇത് വേണ്ടായിരുന്നു എന്ന് ഞാനാണ് പറഞ്ഞത്. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് അതൊക്കെ നടത്തിയത് എന്നുകൂടി ഇപ്പോൾ ദിയ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.